അസ്സലാമു ഇന്ന് പറയാൻ വരുന്നതിൻ്റെ കാര്യം വളരെ മനസ്സിന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. മൊബൈൽ നോക്കിയിട്ട് എല്ലാവരുടെ കണ്ണിനും കേടുണ്ട്. ഞാൻ കരരോഗ വിദഗ്ധർ പച്ചമരുന്ന് മുഹമ്മദ് പനീർ പട്ടാമ്പി. അപ്പോൾ മൊബൈൽ നോക്കിയിട്ട് എല്ലാവരുടെ കണ്ണിനും കേടുണ്ട്. ചിലരുടെ കണ്ണിന് നല്ല ക്യാൻസറുണ്ട്. ഇത് അത്ര പെട്ടെന്ന് മറ്റുള്ളവരെ കൊണ്ട് മാറാത്തൊരു സംവിധാനമാണ്. നിങ്ങൾക്കറിയാം, കണ്ണിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചത് പള്ളിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിച്ചെല്ലുന്നിടത്ത് പിന്നെ മുക്കറക്കാടന്മാർ പുളിയമ്പറ്റക്കാരാണ് ഈ കണ്ണിൻ്റെ വൈദ്യന്മാർ. അവർ അതിന് കുഴമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നെറുകിലിങ്ങനെ 4 മണിക്കൂർ എണ്ണ, കലർപ്പില്ലാത്ത എണ്ണ ഇടണം. അതിന് നല്ലെണ്ണ എന്ന് പറയാൻ ഞാൻ നല്ലെണ്ണ അല്ല, കലർപ്പില്ലാത്ത എണ്ണ. ഇവിടെ നമ്മൾ ഇടത്തെ കയ്യിൽ 1 രൂപ വെച്ചാൽ എത്ര ഉണ്ടാവും, അത്ര എണ്ണ എടുത്തിട്ട് ഇവിടെ 4 മണിക്കൂറുണ്ട്. അങ്ങനെ ഇട്ടിട്ട് കണ്ണ് വെള്ളടിച്ച് കഴിയിൽ പാകമില്ലാത്തവർ പള്ളിപ്പുറത്ത് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ടാണ് ചെല്ലുന്ന ഭാഗത്ത് മുക്കറക്കാടന്മാർ അവരെടുത്ത കണ്ണിന് ഒരിക്കലും കുഴമ്പുണ്ട്. അതിന് എത്ര വില എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കോടികളൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ആ സാധനം രാവിലെ 6:30 മണിക്ക് ഈ ചെറിയ വിരലുമ്മ ആക്കിയിട്ട് ഈ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിക്കണം. മറ്റേ കയ്യിൻ്റെ ചെറിയ വിരലെടുത്തിട്ട് വെള്ളം കൂടെ ഇങ്ങനെ വലിക്കണം. അത് രണ്ടും രാവിലെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ വീണ്ടും ചെയ്യണം. അങ്ങനെ 2 തവണ ചെയ്താൽ പിന്നെ ഒരു 3 ദിവസം ചെയ്താൽ അത് ശരിയായി കിട്ടും. അങ്ങനെ ശരിയാവാത്ത കേസുകൾ, അപ്പോൾ ഈ 3 കഴിഞ്ഞ് ശരിയാവാത്ത കേസുകൾ നേരത്തെ ബുക്ക് ചെയ്യണം. എന്നിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം, അതിൻ്റെ പൈസ അടക്കണം. എന്നിട്ട് ഇവിടെ വന്നാൽ പിന്നെ 2 ദിവസം രാവിലെ ഇതേപോലെ കണ്ണിലൊരു തരം മരുന്ന് വെച്ചിട്ടാണ്. കണ്ണിലൊരു തരം മരുന്ന് വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പ് ഇയാളുടെ ഉള്ളിലേക്കുള്ള മരുന്ന് വേണം. തലച്ചോറിൻ്റെ മരുന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് എതിർപ്പാണ്. അപ്പോൾ അതിന് മരുന്ന് കിട്ടണമെങ്കിൽ പല ആളുകളുടെയും വീടിൻ്റെ ഉള്ളിലാവുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചാൽ അവർ തരുന്നില്ല. എത്ര പൈസ കൊടുത്താലും തരുന്നില്ല. ഉള്ളില്ല. അത് എനിക്ക് മറ്റുള്ള തരത്തിൽ ഉണ്ടാക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൻ്റെ ഇല്ല. ഇപ്പം ഈ സമയത്ത് ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല. അപ്പോൾ തലച്ചോറിൻ്റെ ഈ മറ്റേ കഷായം കുടിച്ചാൽ ശരിയാവും. പക്ഷേ അതിൻ്റെ മരുന്ന് നിൽക്കുന്ന പല വീടുകളുടെ ഉള്ളിലാണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് എടുക്കുകയും ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ എടുക്കില്ല. എടുക്കാത്തതിൻ്റെ നിങ്ങളോട് പറയാൻ പറ്റാത്ത മറ്റ് 2 കാരണങ്ങളുണ്ട്. അതാണ് അതിൻ്റെ കാരണം. പറയാൻ പറ്റാത്ത കാരണം തന്നെയാണ്. കാരണം എനിക്ക് എന്നിലുള്ള വിശ്വാസം ഇല്ല. അത് പല കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാര്യങ്ങളറിയാം. അത് എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള ഭൂരിഭാഗത്തിനും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ജീവിതം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതലൊന്നും ഇപ്പം ഞാനും ചിന്തിക്കുന്നില്ല, ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് മരുന്നുണ്ടാക്കാനൊക്കെ കഴിയും. പല വീടുകളുടെയും ഉള്ളിലാണ്. അപ്പോൾ എനിക്ക് ആവശ്യപ്പെട്ട മരം ഞാൻ ചെന്ന് ചോദിച്ചാൽ പിന്നെ 2 ലക്ഷം രൂപ വരെ ആ മരത്തിന് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ മരത്തിന് അത് അത്ര പിന്നെ ടെൻറ്റ് കണക്കിന് വലിപ്പമൊന്നുമില്ല. പക്ഷെ അത് മരുന്നായതുകൊണ്ട് മരുന്നിൻ്റെ വില നൽകാം എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ട്. അത് JCB കയറിയിട്ട് വേണം പറിക്കണത്. പറിക്കാൻ വേര് പൊട്ടിച്ചാലൊന്നും പോരാ, അത് കുഴിച്ചിട്ട് അതിൻ്റെ വേര് മുഴുവൻ എടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അത് ഈ സമയത്ത് ഞാൻ ചെയ്യില്ല. അത് ചെയ്യാത്തതിന് പല ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് ഞാനത് കാണിച്ചെടുത്ത് തുടങ്ങിയാലും മറ്റുള്ളവരതിൽ നിന്ന് പുറത്തേക്ക് വരും. അതുതന്നെയാണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണമെന്ന് വെച്ചാൽ പൗരത്വ നിയമമൊക്കെ നടപ്പാക്കി കഴിഞ്ഞിട്ട് അവശേഷിക്കുന്ന ആരാധന വിചാരിച്ചാൽ അവർക്ക് മാത്രം മതിൽ ഇത് ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മറ്റൊരു കാര്യം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായാലോ. അപ്പോൾ ഈ 2 നമുക്കൊന്ന് ചെയ്തു നോക്കാം. ക്യാൻസറിൻ്റെ മരുന്ന് പുഴുത്ത മുറിയാണെങ്കിലും എൻ്റെ മരുന്ന് വെച്ചാൽ അത് സെറ്റായി കിട്ടും. അത് 3 തവണ ചെയ്യാം. ഒന്ന് ഇന്ന് ചെയ്യാം, പിന്നെ ഒന്ന്
ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം, വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് 3 ആഴ്ചയിൽ ഓരോ ദിവസം ചെയ്യാം. ഇതാണ് എനിക്ക് കണ്ണിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകത്തോട് പറയാനുള്ളത്. ഇതൊന്ന് നിങ്ങൾ പോയാൽ ഒരു രക്ഷയില്ല. തലച്ചോറിൻ്റെ ഞരമ്പ് വർക്കിക്കുന്ന കഷായത്തിൽ ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, പൗരത്വ നിയമം ഒന്നും നടപ്പാക്കി കഴിഞ്ഞല്ലാണ്ട് ഇനി ആ സാധനത്തൊന്നും ഞാൻ തോന്നുന്നില്ല. അതിന് നിങ്ങൾ ആര് തലകുത്തി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പൈസക്കൊന്നും ഞാൻ വഴങ്ങില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പലതും അറിയാം, ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കണ്ണിൽ മൊബൈൽ നോക്കിയിട്ട് പ്രശ്നങ്ങളുണ്ട്, അത് പല ജാതി ആളുകൾക്കുണ്ട്. അപ്പോൾ നന്നാക്കാരൊക്കെ എന്നെ കൊണ്ടിപ്പോൾ കൂട്ടാൻ പറ്റും. പക്ഷെ ഞാൻ മൂലയിൽ ഇടുന്നതിൻ്റെ കാരണം ഇതാണ് എൻ്റെ എതിർപ്പ്. അത് കേരളത്തിൻ്റെ പോലീസ് ഫുള്ളായിട്ട് എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ കാര്യം അതാണ്. അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഫുള്ളായിട്ട് എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ പ്രധാന ഘടകമാണ്. കാരണം ഇവരൊക്കെ കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ഇത്തരക്കാർക്ക് നല്ലോണം ബാധിക്കും. കാരണം ഈ രോഗം ഞാനുണ്ടാക്കിയതല്ല. നിങ്ങൾ പിന്നെ ചില മൊബൈലിൽ 2 കോടി രൂപയുടെ മൊബൈലൊക്കെ ഓരോരുത്തരുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കും 6 മാസത്തേക്ക്, എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് പിന്നെയും ചൂടാക്കിയിട്ട് അതിങ്ങനെ കഴിക്കും, ചൂടാക്കാണ്ടി കഴിക്കും. നിങ്ങളെ വിചാരം ഇതൊക്കെ നല്ലതാണെന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ കണ്ണിൻ്റെ ഞരമ്പ് പൊടുത്തു പോയെങ്കിൽ അതിന് ഞാനല്ല ഉത്തരവാദി. അതുപോലെ നെറുകിൽ എണ്ണ തേക്കൽ കുറഞ്ഞു. അതുപോലെ 4 മാസം കൂടുമ്പോൾ മുടി ബ്ലേഡ് കൊണ്ട് മുട്ടരിക്കും. ഇതൊന്നും എൻ്റെ പരിധിയിലല്ല. നിങ്ങൾ പല ആളുകളും ചെയ്യാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അതുകൊണ്ട് ചില വിവരണം ആർക്കും പറ്റാണ്ട പറയൽ എൻ്റെ ഒരു ഭാഗം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, എല്ലാവരും പറ്റുന്നവരൊക്കെ ഉപയോഗിക്കുക. ഇപ്പം എൻ്റെ ഈ കണ്ണിൽ, വലത്തെ കണ്ണിൽ കൃഷ്ണമണ്ണിൻ്റെ മുകളിൽ തന്നെ ഒരു ഇഞ്ച് പോകുന്നൊരു കമ്പി കഷ്ണം അടിച്ച് കയറുണ്ടായി. എന്നിട്ട് എൻ്റെ കണ്ണിന് കുഴപ്പമില്ല, നിങ്ങൾ കണ്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് എൻ്റെ മരുന്നിൻ്റെ പവറാണ്, എൻ്റെ പവറൊന്നുമല്ല, എൻ്റെ മരുന്നിൻ്റെ പവറാണ്. അത് ഞാൻ ഒറ്റക്കണ്ണ് തപ്പി തന്നിട്ട് 2 കണ്ണും കാണാണ്ട് പോയിട്ടാണ് എന്ന് മരുന്നുണ്ടാക്കി ചെയ്തത്. കാരണം ചില സമയത്ത് ആർക്കും തുണ പടച്ച റബ്ബ് മാത്രമാണ്, എനിക്കും വന്ന് റബ്ബിൻ്റെ തുണ മാത്രമാണ്. എൻ്റെ കുടുംബം, സ്വന്തം എല്ലാവരും എന്നെ ആട്ടിയടിക്കുന്ന സമീപനമാണ് അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇതിന് പകരം ഞാൻ അവരോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാനും ധരിച്ചിട്ടില്ല. കാരണം പിന്നെ ഇവിടുത്തെ പഞ്ചായത്തിനോട് 10 കോടി ആളുകൾക്ക് ജോലി ചെയ്യേണ്ട സാധനത്തിനുള്ള ലൈസൻസ് ചോദിച്ചു എന്നതൊരു ശരിയാണ്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുമാത്രമല്ല, ഇന്ന് ഒരു 30 കോടിയിലധികം ജനങ്ങൾ എൻ്റെ പല ജാതി വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒന്നും 1 രൂപ ഞാൻ വാങ്ങുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അല്ലാതെ മറ്റുള്ളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല, മലം നാരികൾ എന്ന് വേണം പറയാം. പള്ളിയിലെ മല്ലാക്കാന്ന് പറയില്ല, മലം നാരി എന്ന് വേണം പറയാം. കാരണം സമൂഹത്തോട് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത് ഇവരൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ നല്ല ഓർക്കുക. കൈയഴിഞ്ഞ സഹായം, ഹിമറില്ലാത്ത കൈകാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമ്മളൊരു വലിയ ഉത്തരവാദിത്വമാണ്, ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇന്ന് 28 ഫെബ്രുവരി 2026 രാത്രി അത്താഴം കഴിഞ്ഞിട്ട് ഞാനിതിനെങ്ങനെ ഒന്ന് ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഒരു എറണാകുളത്തേക്ക് ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ആദ്യത്തെ 1ഉം 2ഉം കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം എണ്ണ തേക്കലും കണ്ണിൽ വെള്ളമടിച്ച് കഴുകലും കഴിഞ്ഞിട്ട് സുഖമായിട്ടില്ലെങ്കിൽ പള്ളിപ്പുറത്തുകാരുടെ ഇളത്തി കുഴപ്പം ഉപയോഗിക്കും. അതിലും മാറാത്ത ആളുകൾക്ക് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്ത് കാര്യമുണ്ടെന്ന് വിചാരിച്ചാൽ, ഈ കണ്ണിലുള്ള ഒരുവിധം കെമിക്കലൊക്കെ വന്നു, ഒരുവിധം ആയുർവേദ കെമിക്കൽ കണ്ണിൽ വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പണിയെടുക്കാൻ സുഖമാണ്. സുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള സുഖമല്ല പറഞ്ഞത്, അങ്ങനെ നിങ്ങളൊന്നും ധരിക്കാൻ ഒരിക്കലുമല്ല. പക്ഷേ ഈ സാധനത്തിന് കപ്പാസിറ്റി, ഊർജ്ജ കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ ചെറിയൊരു കാര്യം പറഞ്ഞാൽ, നോലമ്പ് കാലത്ത് ചില ആളുകൾക്ക് കാണും നല്ല ക്ഷീണം. എന്താ ക്ഷീണം എന്ന് അറിയാമോ? അവർ ഭക്ഷണം കഴിക്കാത്തൊന്നുമല്ല, അവരടുത്ത് ചുറ്റുപാടില്ല. അത്താഴ ചോറ് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ പച്ചവെള്ളം
പിന്നെ 1 മിനിറ്റ് ഇടപെട്ടിട്ട് ഓരോ കവിളിൽ കുടിച്ചിട്ട് ഈ 1 ലിറ്റർ പച്ചവെള്ളം തീർക്കും. അങ്ങനെ പച്ചവെള്ളം തീർത്ത ഒരാൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ പിന്നെ കൊളോസ്ട്രോൾ, ഓക്സിജൻ, പിന്നെ ഇൻസുലിൻ ഇതൊക്കെ വരുന്നത്, പിന്നെ വിറ്റാമിൻ ഇതൊക്കെ വരുന്നത് കിണറിലെ പച്ചവെള്ളത്തിൽ നിന്നും. ആ പച്ചവെള്ളം നമ്മൾ ചുണ്ണാമ്പിട്ടിട്ടും ബ്ലീച്ചിങ് പൗഡർ ഇട്ടും അതിന് നമ്മൾ ഒരുപാട് ഉദ്യോഗസ്ഥർ വന്നിട്ടും, ഉദ്യോഗസ്ഥരെ നമ്മൾ ചെറുതം പറയാൻ പാടില്ല, 35,000 കോളേജിൽ വിദ്യാഭ്യാസം പഠിച്ചാണ്. എന്നിട്ട് ഇവർ മലിനാക്കിയിട്ട് ഈ മലിനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ക്യാൻസർ മുതൽ തുടർന്നുള്ള എല്ലാ രോഗങ്ങളും വരിക, എല്ലാവർക്കും വരും. അതേ സമയത്ത് ഈ ബ്ലീച്ചിങ് പൗഡർ ചുണ്ണാമ്പും ഉപയോഗിക്കലും മാറ്റുക. ഈ വെള്ളം ഏത് നായിക്കും കുടിക്കാം, ഒരു കംപ്ലൈൻറ്റും വരില്ല. ഏത് നായിക്കും കുടിക്കാൻ നോക്കണം. സിറ്റുവേഷൻ എവിടെ എത്തിയെന്ന് നോക്കി ജീവജാലങ്ങൾക്ക് മുഴുവൻ കുടിച്ചാലും ഒരു കേടും വരില്ല. അതിൻ്റെ ഉദാഹരണം, നിങ്ങൾ റോഡിൽ കെട്ടി നിൽക്കുന്ന വെള്ളം നായി കുടിക്കുന്നത് നായിക്ക് കേട് വരുന്നില്ല. എന്തുകൊണ്ടത് മനുഷ്യൻ കുടിക്കുന്നില്ല? ഇതൊക്കെയാണ് ഉത്തരം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധി തന്ന എൻ്റെ തമ്പുരാൻ ഒരു സ്തുതി. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാർ, അതുപോലെ നല്ലവരായ പൊതുജനങ്ങൾക്കും എൻ്റെ സല്യൂട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ഇതിൻ്റെ അടിയിൽ വരണം. അത് നല്ല രീതിയിലായിരിക്കണം. മാത്രമല്ല, ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. ലോകത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ എന്താണോ പഠിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും. എന്താണോ പഠിച്ച് ഞാൻ പഠിക്കൽ പോക്കറ്റടി, കളവ്, കൊലപാതകമൊന്നുമല്ല, മയക്കുമരുന്ന് ടണ്ണ് കണക്കിൽ ഉണ്ടാക്കണമല്ല. എനിക്ക് 300 ടണ്ണ് സൂക്ഷിക്കാനുള്ള പിന്നെ ഗവൺമെൻറ് പെർമിഷനുള്ള ഒരാളാണ്. ഗവൺമെൻറ് പെർമിഷൻ, അത് മയക്കുമരുന്ന് സൂക്ഷിച്ച് നിങ്ങളെ എന്നാൽ കള്ളമൊന്നുമല്ല ഉള്ളതിൽ. എന്നിട്ടും ഞാൻ ഇതിൻ്റെ ഈ ഭാഗത്തു കൂടെ പോകാണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കൊപ്പം ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിൽ വർക്ക് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും ചോദിക്കുന്നു. നിങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ശ്രമമാണ്.